വോട്ട് കച്ചവടവും വോട്ട് മോഷണവും ചർച്ചയായിരിക്കുന്ന ഒരു രാജ്യത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ പരിഭ്രാന്തരായി കഴിഞ്ഞു. അതിനർത്ഥം ജനാധിപത്യം അടിസ്ഥാന ശിലയായിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും ജനാധിപത്യത്തിനൊപ്പം എന്ന് തന്നെയാണ്. ജനാധിപത്യം കുഴിച്ചുമൂടാൻ ഇത്രയും വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ധർമ്മസമരം ഐതിഹാസികമെന്ന് തന്നെ പറയാം. അക്കവും അക്ഷരവും നിരത്തി വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് രാജ്യം സ്തംഭിച്ചുപോയി. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമായതിനാലും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയമായതിനാലും ഇത് രാജ്യം ഏറെ ശ്രദ്ധിച്ചു. പ്രതിരോധത്തിലായ BJP ആണെങ്കിൽ കള്ളക്കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിലും രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ലക്ഷ്യം വെച്ചതും. അദ്ദേഹം മത്സരിച്ച വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണതും. രാജ്യം മുഴുവനുമുള്ള BJP കള്ളവോട്ട് ബന്ധം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒറ്റ ദിവസം കൊണ്ട് രാജ്യത്തിന്റെ ദിക്കുകൾ പൊട്ടുമാർ ഉച്ചത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ നിക്കക്കള്ളിയില്ലാത്ത BJP ചെയ്തത് ഈ കൊച്ചു കേരളത്തിലെ വയനാട് മണ്ഡലത്തെയും അന്വേഷിച്ചു വന്നു. അവിടുത്തെ MPമാരായിരുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ കള്ളക്കഥകൾ മെനയുകയായിരുന്നു. കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ MP ഉയർത്തിയ ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഏർനാട്, കൽപ്പറ്റ, തിരുവമ്പാടി നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളെ പറ്റിയുള്ള ആരോപണങ്ങളാണ് പാളിയത്. 2019, 2024 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ വർഷം ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയും ജയിച്ച വയനാട്ടിൽ ക്രമക്കേട് നടന്നതിന് തെളിവെന്ന് പറഞ്ഞാണ് അനുരാഗ് ഠാക്കൂർ ആരോപണം ഉന്നയിച്ചത്. അതിൽ പറയുന്നത് മൈമൂന എന്ന സ്ത്രീക്ക് ഏർനാട്ടിലെ 115, 135, 152 ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നായിരുന്നു. എന്നാൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കണ്ടെത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. 3 മൈമൂനമാരും വ്യത്യസ്ത വ്യക്തികളാണെന്നും മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാരാണെന്നും വ്യക്തമായി. വർഷങ്ങളായി ഇതേ മണ്ഡലത്തിലാണ് 3 പേരും വോട്ട് ചെയ്യുന്നത്. കാവനൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ 115 ബൂത്തിലെ വോട്ടറായ മൈമൂന മംഗലം അലവിയുടെ ഭാര്യയാണ്. വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ 778 അരീക്കോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 135 ബൂത്തിലെ വോട്ടറായ മൈമൂന വാഴപ്പറ്റ അലവിയുടെ ഭാര്യയാണ്. ക്രമനമ്പർ 669 കുഴിമണ്ണ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 152 ബൂത്തിലെ TP മൈമൂന അലവി പുല്ലപ്പറമ്പിന്റെ ഭാര്യയാണ്. ക്രമനമ്പർ 541 അതുപോലെ മറ്റൊരാരോപണം ഉന്നയിച്ചത് തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ ഒരേ വീട്ടുപേരിൽ വ്യത്യസ്ത മതവിഭാഗക്കാർ താമസിക്കുന്നു എന്നായിരുന്നു ആരോപണം. വള്ളിക്കെട്ടുമൽ എന്ന വീട്ടുപേരിൽ ഷാഹിനയും മാധവനും താമസിക്കുന്നതായി പറഞ്ഞ് വോട്ടർ പട്ടികയുടെ പകർപ്പ് പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ വള്ളിക്കെട്ടുമൽ വീട്ടുപേരല്ല, സ്ഥലപ്പേരാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. അങ്ങനെ നട്ടാൽ കുരുക്കാത്ത കഥകൾ മുളപ്പിച്ചെടുക്കാൻ നോക്കിയ BJP നേതൃത്വം നാണം കെട്ട് തലതാഴ്ത്തുമ്പോൾ ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിനിറങ്ങിയ രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി വയനാട്ടിൽ വിജയിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ.